എല്ലാവർക്കും നമസ്കാരം. എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ എന്തൊക്കെ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ശരീരപ്രകൃതി മറ്റൊരാളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഈ ശരീരപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ചില ആൾക്കാർക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വയറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ആഹാരശീലം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കും. രണ്ടാമത്തെ കാര്യമാണ് ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഭക്ഷണം കഴിക്കാം. നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പം വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ ലഭിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് അവരുടെ കാലാവസ്ഥയ്ക്കും അവരുടെ ഭൂപ്രകൃതിക്കൊക്കെ അനുസരിച്ചുള്ള ഭക്ഷണങ്ങളായിരിക്കും അവർ കഴിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കും. നമ്മുടെ കേരളത്തിൽ നെൽകൃഷിയും കപ്പയും അതുപോലെ മറ്റ് പച്ചക്കറികളൊക്കെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും ഈ വക സാധനങ്ങളാണ്. പക്ഷേ ഇന്നത്തെ കാലത്താണെങ്കിൽ ആൾക്കാർ കൂടുതലും ഫാസ്റ്റ് ഫുഡും ചൈനീസ് ഐറ്റംസ് ഒക്കെയാണ് കഴിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരിൽ കൂടുതലായിട്ടും ജീവിതശൈലി രോഗങ്ങളും വയസ്സംബന്ധമായ പ്രശ്നങ്ങളും അമിതവണ്ണം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ പോലുള്ള പല പ്രശ്നങ്ങളും ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് 6 രസങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് ഈ 6 രസങ്ങൾ? മധുരം, എരിവ്, പുളി, ഉപ്പ്, കയ്പ്പ്, ആരോഗ്യവാനായ ഒരു വ്യക്തി കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഫാറ്റ്സും മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി രക്തസമ്മർദ്ദം, പൊണ്ണത്തടി അല്ലെങ്കിൽ കൊളസ്ട്രോൾ പോലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിനനുയോജ്യമായ രീതിയിൽ ഒരു വൈദ്യനിർദ്ദേശപ്രകാരമുള്ളൊരു ഭക്ഷണ രീതി മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കൂടുതലായിട്ടും കിട്ടുന്നത് പോളിഷ്ഡ് റൈസാണ്. പിന്നെ ധാന്യങ്ങളൊക്കെ ആണെങ്കിൽ ഹോൾ ഗ്രെയിൻസ് ഒക്കെ ഇപ്പോൾ കിട്ടണ കുറവാണ്. അപ്പം തവിടുള്ള അരികളും ഹോൾ ഗ്രെയിൻസൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പാക്കഡ് ഫുഡ്സും സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ മാക്സിമം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ആഹാര രീതിയിൽ നിന്ന് ഒഴിവാക്കേണ്ട മറ്റൊന്നാണ് വിരുദ്ധാഹാരം. എന്താണ് വിരുദ്ധാഹാരം? 2 ആഹാര പദാർത്ഥങ്ങൾ കൂടി ചേരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് വിഷമായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തേനും നെയ്യും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുത്ത് കഴിക്കുന്നത് വിഷമായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണയായിട്ട് കഴിക്കണ ഒന്നാണ് ചിക്കൻ ബിരിയാണിയിൽ കൂടെ അല്ലെങ്കിൽ ചിക്കൻ്റെ കൂടെ തൈര് ചേർത്തുള്ള സാലഡ് കഴിക്കും അല്ലേ. അതും തൈരും ചിക്കനും വിരുദ്ധമാണ്. അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഭക്ഷണം കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നത് വഴി നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ, വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നാവിന് രുചികരമായി തോന്നുന്നതെല്ലാം നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടുള്ളൊരു ഭക്ഷണം